പല ആൾക്കാർ സംസാരിച്ചു. നമ്മളെ കൂനൻകുരിശിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ പിൽഗ്രിമേജ് സെൻ്റർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴും ഭാവി തലമുറയ്ക്ക് ഇതെങ്ങനെ പകർന്നു കൊടുക്കുവാൻ കഴിയും എന്ന് നമ്മൾ വളരെ 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 ഗാഢമായി ചിന്തിക്കേണ്ടതാണ്. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അഭിമന്യ തിരുമേനിയോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമേരിക്കയിലെ 2 ഡയോസിസുകളിലെയും കരിക്കുലത്തിൽ സഭാചരിത്രത്തിന് കാര്യമായ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അത് ഞാനുൾപ്പെടെ നമ്മുടെ പിതാക്കന്മാർ പറയുന്നു, കുഞ്ഞുങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്, അവർ പള്ളിയിൽ പോയാൽ മതിയല്ലോ, ഓർത്തഡോക്സ് സഭ എങ്ങനെ ഉണ്ടായി എന്ന് അവർ പഠിക്കേണ്ട ആവശ്യമില്ല എന്നൊരു ധാരണ നമ്മളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം വന്നിട്ടില്ല. ഞാൻ സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്ററായിരിക്കുന്ന സമയത്ത് അതിന് വളരെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നൊരു വ്യക്തിയാണ് ഞാൻ. ഈ കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ഡയസിസ് സെപ്പറേറ്റ് ആയി കഴിഞ്ഞപ്പോൾ സൗത്ത് വെസ്റ്റിന് പ്രത്യേക ഒരു കരിക്കുലം ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എങ്ങനെയായിരുന്നാലും കാതോലിക്കറ്റ് എന്താണെന്നും കൂനൻകുരിശ് സത്യം എന്താണെന്നും ഓർത്തഡോക്സ് സഭയുടെ പ്രാധാന്യം പാരമ്പര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. നമ്മളിൽ പലർക്കും അറിയാത്ത പോലെ തന്നെ നമ്മുടെ തലമുറയ്ക്കും അറിയത്തില്ല. ഇവിടെ ഒരു എങ്ങനെ പലരും പറഞ്ഞ പോലെ തന്നെ ഇതേക്കുറിച്ചൊരു ബോധവൽക്കരണം നമ്മുടെ ഇടയിൽ തന്നെ നടക്കേണ്ടതുണ്ട്. ഇടവുകളായും സംഘടനകളായിട്ടും സഭാചരിത്രം പഠിപ്പിക്കുവാൻ ബാധ്യസ്ഥരായിട്ട് ബഹുമാനപ്പെട്ട വൈദികർ മുൻപോട്ട് വരണമെന്നും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അഭിമന്യ തിരുമേനിയോട് അഭ്യർത്ഥിക്കുന്നു, അമേരിക്കൻ ഡയോസിസുകളിലെ സഭയുടെ കരിക്കുലത്തില്, സൺഡേ സ്കൂളിന്റെ കരിക്കുലത്തില് സഭാചരിത്രത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ തിരുമേനി അതിനെ പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.